അവൻ സന്തോഷത്തോടെ മോതിരം അവളുടെ കയ്യിൽ അണിയിച്ചു. അവളുടെ മുഖത്തും സന്തോഷം. അവൾ പിന്തിരിഞ്ഞു നിന്ന് തല താഴ്ത്തി നിൽക്കുന്നവളെ നോക്കി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ഇല്ല, ഞാൻ കരയില്ല. തൻ്റെ സ്നേഹം കാണാതെ പോയവരെ ഓർത്ത് താനെന്തിന് കരയണം? അവൾ കണ്ണുകൾ തുടച്ച് തല ഉയർത്തി നിന്നു. പക്ഷേ അവളുടെ ഹൃദയം കരഞ്ഞു നിലവിളിച്ചു. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ ഇനി തൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. അവൾ എല്ലാവരെയും നോക്കി. എല്ലാവരുടെയും മുഖത്തും സന്തോഷമല്ലെങ്കിലും അങ്ങനെയാണല്ലോ താൻ ആഗ്രഹിച്ചത്. എല്ലാം ചേച്ചിക്ക് കൊടുക്കും. എല്ലാവരുടെയും കണ്ണിൽ അവൾ ഗുഡ് ഗേളും ഞാൻ ബാഡ് ഗേളും അല്ലേ? അപ്പോൾ അവളുടെ തോളിൽ ഒരു കൈ പതിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. തൻ്റെ ഏട്ടത്തി. അവൾ അവരെ നോക്കി ചിരിച്ചു. അവർ അവളെ സഹതാപത്തോടെ നോക്കി. അവൾ അതിനൊന്നുമില്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അവൾ മുകളിലേക്ക് പോയി. പിന്നെ തൻ്റെ ബാഗിൽ തൻ്റെ ഡ്രസ്സ്. പിന്നെ അവൾ ഒരു ജീൻസും ഷർട്ടും ഇട്ട് ഇറങ്ങി. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വീട്ടിലുള്ളവർ മാത്രമായി. താൻ വരുന്നത് കണ്ട് എല്ലാവരും എണീറ്റ് നിന്നു. നീ എവിടെ പോവുകയാണ്? അവളുടെ അരികിലേക്ക് ഏട്ടൻ വന്ന് ചോദിച്ചു. എനിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നു. ആരോട് ചോദിച്ചിട്ടാണ് നീ പോകുന്നത്? വലിയച്ഛൻ. ആരോടും ചോദിച്ചില്ല. പിന്നെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടലില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ പോകുന്നു. വേണമെങ്കിൽ മാസം കൂടുമ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ കാറിൽ കയറി പോയി. തൻ്റെ ജീവിതം മാറാൻ പോകുന്നു എന്നറിയാതെ. അവൾ കാറിൽ കയറി. അവൾക്ക് തൻ്റെ കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അവൾ കണ്ണടച്ചിരുന്നു. തന്നെ ആർക്കും വേണ്ടാതെയായി. അല്ലെങ്കിൽ താൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരും തന്നോട് പോവണ്ട എന്ന് പറഞ്ഞില്ല തന്നെ. അത്രയ്ക്കും വെറുത്തു എല്ലാവരും. മോളെ. അപ്പോഴാണ് കാറിലാണ് എന്ന് ആലോചിച്ചത്. അവൾ വേഗം കണ്ണു തുടച്ചു. എന്താ രാമച്ച? അയാൾ അവളെ നോക്കി വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി. തന്നെ നോക്കി ചിരിക്കുന്നവളെ രാമനൊന്ന് നോക്കി. ചെറുപ്പം മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് പാവം കുഞ്ഞ്. അയാൾക്ക് അവളോട് വാത്സല്യം തോന്നി. പിന്നെ അവളുടെ വീട്ടുകാരുടെ ദേഷ്യവും. രാഘവൻ സാറും ലക്ഷ്മി അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൾക്കിങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവർ പോയതോടെ കൈലാസം വെറും നരകമായി. കൈലാസം വീട്ടിൽ രാഘവൻ നായർ, ഭാര്യ ലക്ഷ്മി. അവർക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണും. മൂത്തവൻ സുരേന്ദ്രൻ, ഭാര്യ ഗോപിക. അവർക്ക് 2 മക്കൾ. മൂത്തവൻ അരുൺ, ഭാര്യ ആര്യ. പിന്നെ ശ്രീലക്ഷ്മി, ഇന്ന് ലച്ചു. ഇതിൽ ആര്യയ്ക്ക് മാത്രമാണ് കുറച്ച് മനുഷ്യത്വമുള്ളത്. പിന്നെ ഹരീന്ദ്രൻ, ഭാര്യ പാർവതി, ഹരിയുടെ പാറു. അവർക്കൊരു മകൾ ശ്രീഭദ്ര എന്ന ശ്രീ. ഹരി പോലീസാണ്. ശോഭ ഭർത്താവ്. ശ്രീകൃഷ്ണൻ, മകൻ വിഷ്ണു, വിച്ചു എന്ന് വിളിക്കും. ശ്രീകുട്ടിയെ ആർക്കും ഇഷ്ടമല്ല. അല്ല, എല്ലാവർക്കും. അരുണിനെയും ലച്ചുവിനെയും ആണ് ഇഷ്ടം. ഹരിയും പാർവതിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പാർവതി പാവപ്പെട്ട വീട്ടിലെ ആയിരുന്നതിനാൽ ഗോപിക്കും ശോഭയ്ക്കും പാർവതിയെ ഇഷ്ടമല്ല. പക്ഷേ രാഘവനും ലക്ഷ്മിക്കും പാർവതിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഹരിയും പാർവതിയും ബാംഗ്ലൂരിലായിരുന്നു താമസം. ഹരി പോലീസ് ആയിരുന്നതിനാൽ ഹരിക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഹരി ഏതോ ഡ്രഗ്സ് മാഫിയയിലുള്ളവരെ പിടിച്ച് ഹരിക്ക് വധഭീഷണി വരെ ഉണ്ടായി. പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല. ശ്രീകുട്ടി +2 പഠിക്കുമ്പോഴാണ് ഹരിയും പാർവതിയും കൊലപ്പെടുന്നത്. അവരുടെ മരണത്തിൽ ശ്രീയാകെ തളർന്നു. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീയെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവൾക്ക് എന്തിനും മുത്തശ്ശിയും മുത്തശ്ശനും മതിയായിരുന്നു. ആ വീട്ടിലെ ജോലിക്കാരൊഴിച്ച് ബാക്കിയുള്ളവർ ആരും അവളോട് മിണ്ടാറില്ല. തരം കിട്ടുമ്പോൾ എല്ലാം ഗോപികയും ശോഭയും അവളെ വേദനിപ്പിച്ചിരുന്നു. പിന്നെ ശോഭയുടെ മകൻ വിഷ്ണുവും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവൻ തന്നെയായിരുന്നു ആദ്യം അവളോട് ഇഷ്ടം പറഞ്ഞത്. ആദ്യം അവൾ എതിർത്തു. പിന്നെ മുത്തശ്ശനും എല്ലാവരും തന്നെ അവന് ശ്രീയുമായുള്ള കല്യാണം ഉറപ്പിച്ചു. പെട്ടെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ വിട്ടു പോയത്. അതോടെ താനാകെ തളർന്നു. അപ്പോൾ എല്ലാം അവൾക്ക് ആശ്വാസം കൊടുത്തത് വിച്ചുവായിരുന്നു. പക്ഷെ അതിനും അധികം ആയുസ്സുണ്ടായില്ല. തന്നെ എല്ലാവരും പറ്റിച്ചു. തൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ വേണ്ടിയായിരുന്നു എല്ലാവരും തൻ്റെ കല്യാണവും വിച്ചുവുമായി നിശ്ചയിച്ചത്. പിന്നീട് താൻ അറിഞ്ഞു ലച്ചു ചേച്ചിയും വിച്ചുവേട്ടനും തമ്മിൽ ഇഷ്ടമാണ് എന്ന്. അന്ന് താൻ തകർന്നു പോയി. പിന്നെ എല്ലാം തന്നോട് ആര്യയെടുത്തി പറഞ്ഞു. എല്ലാം എൻ്റെ പേരിലുള്ള സ്വത്ത് കണ്ടിട്ടാണ്. എന്നത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലുമെന്ന്. എന്നോട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ. മോളെ. രാമൻ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടി അയാളെ നോക്കിയത്. എന്തേ രാമച്ച, എന്തു പറ്റി? മോളെ എവിടെ പോകുവാണ്? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പോകുകയാണ്. ഞാനും അമ്മയും അച്ഛനും മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്. മോൾ തനിച്ചവിടെ? ഞാൻ എന്നും തനിച്ചാണ് രാമച്ചേ. അവിടെ ഒരു ജോലി ശരിയായി. അവിടേക്ക് പോവുകയാണ്.
എന്നും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റുമോ എനിക്ക്? സ്വന്തമായി ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ രാമച്ച, ചോദിച്ചോളൂ. മോള് എൻ്റെ കൂടെ പോരുന്നു എൻ്റെ മോളായി. ഞങ്ങൾക്കിതുവരെ കുഞ്ഞുങ്ങളില്ല. മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് കണ്ടത്. അപ്പോൾ അയാളുടെ ഫോൺ അടിച്ചു. ഹലോ മേഡം. ഹലോ, എടോ താനെവിടെയാണിപ്പോൾ? അത് മേഡം, ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. തൻ്റെ മോളെ കൊണ്ടുപോവാനാണോ തനിക്ക് ശമ്പളം തരുന്നത്? മര്യാദയ്ക്ക് തൻ്റെ മോനെ അവിടെ ഇറക്കി ഇങ്ങോട്ട് വാ. തൻ്റെ മോള് ബസ്സിന് പോയിക്കോളും. എനിക്ക് വിച്ചുവിന് പുറത്തു പോകണം. അത് അവിടെ വേറെ കാറുണ്ടല്ലോ മേഡം. മേഡം ഈ കാറിൽ പോകാറില്ലല്ലോ. താനേ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ ജോലി കളഞ്ഞത് തൻ്റെ മോളുടെ ഒപ്പം പോടൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇത് കേട്ട് രാമന് ദേഷ്യം വന്നു. എന്തിനാ രാമച്ച അങ്ങനെ പറഞ്ഞത്? എനിക്ക് വേണ്ടി എന്തിനാ ജോലി കളയുന്നത്? അവൾക്കറിയാം ഞാനാണ് ഈ കാറിലെന്ന്. എന്നെ ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണ്, ആർക്കും വേണ്ടാത്തവൾ എന്ന് പറഞ്ഞു. ശ്രീകുട്ടി പൊട്ടിക്കരഞ്ഞു. പാറുമോളെ, അങ്ങനെയൊന്നും പറയാതെ. നിനക്ക് രാമച്ചനില്ലേ, പിന്നെ സുമാമയുമുണ്ട്. നിന്നെ കൊണ്ട് ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അയാൾ അവളെ നെഞ്ചോട് ചേർത്തു. പക്ഷെ ഇതൊന്നും കേൾക്കാതെ രാമൻ തന്നെ വിളിച്ച പാറു എന്ന വിളിയിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു അവൾ. പാറുമോളെ. രാമേട്ടൻ തട്ടി വിളിച്ചപ്പോഴാണ് ശ്രീകുട്ടി ഞെട്ടിൽ നിന്നുണർന്നത്. അവൾ അയാളെ നോക്കി. തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന തൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അവൾ രാമൻ്റെ മുഖത്തേക്ക് നോക്കി. രാമച്ചന് എൻ്റെ അമ്മയെ അറിയുമോ? അതിനയാളൊന്ന് ഞെട്ടി. പിന്നെ അവളെ നോക്കി. അറിയും, നിന്റെ അമ്മയുടെ ഏട്ടനാണ് ഞാൻ. ഇത് നിന്റെ മുത്തശ്ശനല്ലാതെ വേറെ ആർക്കും അറിയില്ല. നിന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്നറിഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. എനിക്കറിയാം അവിടെയുള്ളവർക്ക് എൻ്റെ പാർവിനെ ഇഷ്ടമല്ലെന്ന്. അന്ന് നിന്നെ എന്നും കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത്. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു. ഇനിയും നീ ഒരുപാട് സത്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞ് രാമൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എൻ്റെ കൂടെ വരില്ലേ പാറുട്ടി? അവളെ കൊഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതിനവൾ രാമനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അയാൾ ചിരിച്ചുകൊണ്ട്, എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം. അതിനു മുൻപ് രാമച്ചൻ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തറവാട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് കാറെടുത്തു. തറവാട്ടിലെത്തി കാർ നിർത്തി. അവർ കണ്ടു ഉമ്മറത്തിരിക്കുന്നവരെ. അപ്പോൾ തന്നെ മനസ്സിലായി ലച്ചു ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമെന്ന്. രാമൻ ശ്രീയെ ഒന്ന് നോക്കി. അവൾ പേടിച്ചുകൊണ്ട് രാമൻ്റെ മുഖത്തേക്ക് നോക്കി. രാമൻ കണ്ണു ചിമ്മി കാണിച്ചു. അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു. രാമച്ചൻ്റെ പാറുട്ടി എന്തിനെ പേടിക്കുന്നത്? ഞാൻ പോയി അവരോട് ഇവിടെ നിന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വരാം. അതുവരെ എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് രാമൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അഴിച്ചുമുണ്ട് മുടക്കി കുത്തിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. രാമൻ്റെ വരവ് കണ്ട് അവിടെയുള്ളവർ ഞെട്ടി. ഇരുന്നിടത്ത് നിന്നും എണീറ്റ് നിന്നു. രാമൻ ഒരു ചിരിയോടെ അകത്തേക്ക് കയറി സുരേന്ദ്രൻ്റെ അടുത്ത് വന്ന് കൈകെട്ടി നിന്ന് അയാളെ നോക്കി. കണ്ടോ അച്ഛ, ഇയാളുടെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞ് ലച്ചു സുരേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴും രാമൻ അവരെ നോക്കി നിൽക്കുമായിരുന്നു. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എനിക്കിനി ഇവിടുത്തെ ജോലി വേണ്ട, ഞാൻ പോവുകയാണ്. പിന്നെ ഞാൻ പോകുമ്പോൾ എവിടെ നിന്നും ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. പേടിക്കേണ്ട, നിങ്ങൾക്കൊന്നും ആവശ്യമില്ലാത്ത ഒരാളെയാണ് എന്ന് പറഞ്ഞ് അയാൾ കാറിലേക്ക് നോക്കി വിളിച്ചു. പാറുട്ടി, ഇറങ്ങി വാ. പാറു എന്ന പേര് കേട്ടതും എല്ലാവരും ഞെട്ടി. ശോഭയെടുത്തി, ഇയാൾ പാറു എന്നല്ലേ വിളിച്ചേ? അതിന് ഗോപിക അതേയെന്ന് പറഞ്ഞ് തലയാട്ടി. പിന്നെ കാറിലേക്ക് നോക്കി. കാറിൽ നിന്ന് വരുന്ന ശ്രീയെ കണ്ട് എല്ലാവരും ഞെട്ടി. ശ്രീകുട്ടി രാമൻ്റെ അടുത്തേക്ക് വന്നു നിന്ന്, ഇവളെ ഞാൻ കൊണ്ടുപോകുന്നു. ഓ, അല്ലെങ്കിലും ഞങ്ങൾക്കറിയാം, തള്ളയെ പോലെ തന്നെ മോളും. ഇവളുടെ അമ്മ നമ്മുടെ ഹരിയെ വളച്ചെടുത്തു. നീ എന്തായാലും നിന്റെ അമ്മയെപ്പോലെ ചെറുപ്പക്കാരെ കിട്ടാഞ്ഞിട്ടാണോടി വയസ്സായ ആളെ നോക്കിയത്? രാമൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു. രാമൻ്റെ കൈ ഗോപികയുടെ മുഖത്തേക്ക് പൊങ്ങാൻ നിൽക്കുമ്പോഴേക്കും അടികൊണ്ട് ലച്ചു നിലത്തേക്ക് വീണിരുന്നു. ഗോപിക മുഖത്ത് കൈവച്ച് നോക്കി. എല്ലാവരും ഞെട്ടി ശ്രീകുട്ടിയെ നോക്കി. ദേഷ്യം കൊണ്ട് മുഖമെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന് നിൽക്കുന്നുണ്ട് ശ്രീ. അപ്പോൾ എല്ലാവർക്കും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹരിയാണോ എന്ന് തോന്നി. അടികൊണ്ട് കിടക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് ശ്രീ നടന്നു ചെന്ന് അവളെ പിടിച്ചു നിർത്തി. ലച്ചുവിൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്നിരുന്നു. ഇതെല്ലാം കണ്ട് രാമൻ ചിരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു. അവിടെ നിൽക്കുന്ന ശ്രീ എല്ലാവർക്കും പുതിയതായിരുന്നു. അവൾ കൈവീശി ഒന്നുകൂടെ കൊടുത്തു. ഇതെന്തിനാണെന്ന് അറിയാമോ നിനക്ക്? അച്ഛൻ്റെ പ്രായമുള്ള ഈ മനുഷ്യനെ നീ എടോ എന്ന് വിളിച്ചതിന്. പിന്നെ നേരത്തെ നിനക്ക് തന്നതെന്ന് പറഞ്ഞ് അവൾ ഗോപിയുടെ അടുത്തുനിന്ന് വന്നു. അവളെ ഇത്ര അടുത്ത് കണ്ട് പേടിച്ച് അവർ പുറകിലേക്ക് നീങ്ങി നിന്നു.
അതെ, ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾ നേരത്തെ എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞില്ലേ? ആ അമ്മയുടെ മോളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തല്ലാഞ്ഞത്. പിന്നെ അവൾ വെച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് ചിരിച്ചു. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി എന്ന് ഞാൻ പറയുമെന്ന് നീ കരുതിയോ? ശ്രീകുട്ടി പറഞ്ഞേനെ. പക്ഷേ ഞാൻ ശ്രീകുട്ടിയല്ല, ഭദ്രയാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഭദ്ര, ആരുടെ മുന്നിലും തോൽക്കാതെ നിൽക്കുന്ന ഹരിയുടെ മകള്. അവളത് പറയുമ്പോൾ അവളെ തഴുകിയൊരു തെന്നിൽ പോയി. അവൾ കണ്ണടച്ചുകൊണ്ട് നിന്നു. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് രാമൻ അയാളുടെ നെഞ്ചിൽ ചേർത്ത് നിർത്തി. ഇവളെൻ്റെ പാറുവിൻ്റെ മകളാണ്. ഇനി ഞാൻ ആരാണെന്ന് പറയാം. നിങ്ങളെല്ലാവരും അനാഥ എന്ന് വിളിച്ച പാറുവിൻ്റെ ഏട്ടൻ രാമചന്ദ്രവർമ്മ എന്ന് പറഞ്ഞ് സുരേന്ദ്രനെ നോക്കി. അയാളുടെ മുഖം വിളറി വെളുർത്തു. എങ്കിൽ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു കാറ് വന്ന് അവരുടെ മുന്നിൽ നിന്നു. അവരതിൽ കയറിയിരുന്നു. ഒരു കെട്ടിടത്തിൻ്റെ ഇരുട്ടുമുറിയിൽ ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിരിക്കുന്നവൻ്റെ അടുത്തേക്ക് ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന കുറച്ചു പേര് നിൽക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് അടികൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ മുഖത്തൊരു പേടിയുമില്ല എന്നത് അവിടെ നിൽക്കുന്നവർക്ക് അവനോടുള്ള ഒന്നുകൂടെ തോന്നി. അടികൊണ്ട് നീ ചിരിക്കുന്നോ എന്ന് പറഞ്ഞ് ഗുണ്ടകൾ നേതാവാണെന്ന് തോന്നുന്ന ഒരാൾ വന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴും അവൻ ചിരിച്ചുകൊണ്ട് നിന്നു. പക്ഷെ അവൻ്റെ ആ ചിരി തൻ്റെ പുറകിലാണ് എന്ന് മനസ്സിലായവൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ തെറിച്ചു വീണിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിൽക്കുന്നവനെ കണ്ട് അവർ പേടിച്ചുകൊണ്ട് രാവണൻ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ചുണ്ടിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു നിന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവർ പുറകിലേക്ക് പോയി. അത് കണ്ട് അവൻ വന്യമായൊന്ന് ചിരിച്ചു.